എന്താ വിളിക്കുക? മഞ്ഞ റസ. നിങ്ങളെ കണ്ണിന് എന്താണോ തോന്നുന്നത് ആ കളറ് അത് വിളിക്കാം. ആയിഷ്ത്രി പോരെ? ആയിഷ്ത്രി പോയാൽ നിങ്ങൾക്ക് ബയോളജിയോ ഫിസിക്സോ ഏത് വേണമെങ്കിൽ തരാം. മോഡൽ ഏതാ? മാനുവൽ 1000cc വണ്ടിയാണ്. ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? അതെ. പിന്നെ ഗോൾഡില് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഹുക്കുണ്ട്. ഹുക്ക് 3.5 ലക്ഷം റുപ്യ അതിന് ആയിന് സ്വർണ്ണം പൂശി കവർ ചെയ്യാൻ മാത്രം. ആയിക്കോട്ടെ. ഇത് കേട്ടെന്ന് പറയാൻ പറ്റില്ല, K20 എന്ന് പറയണം. അതെ, ഇത്രയും വൃത്തിയാ. അങ്ങനെ സലീം കാ സുഖല്ലേ? ഓ സുഖമായിട്ടിരിക്കണേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് KS കാസിലെ സലീം ക്കോടൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേ. നീ പറഞ്ഞോ? ആ പറഞ്ഞോ. കൊണ്ടോട്ടി തറയിട്ടാൽ, മലപ്പുറം ജില്ല കൊണ്ടോട്ടി ലക്ഷം വീട് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ലക്ഷം വീട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. KS കാസ് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടോട്ടി കുളപ്പുറ റോട്ടില്, കൊണ്ടോട്ടിയിൽ നിന്ന് 5 കിലോമീറ്റർ തറയിട്ടാലിന് എയർപോർട്ട് റോഡ് 500 മീറ്റർ വന്നാൽ കാണാം KS കാസ്. രണ്ട് വലിയ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് കൂടെ പോന്നാൽ മതി. എയർപോർട്ടിന്റെ അവിടെ നിന്ന് കറക്റ്റ് 5 കിലോമീറ്റർ ആണ്. ഓക്കെ, കരിപ്പൂർ പോലീസ് സ്റ്റേഷനോ EMA കോളേജ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കാറുകളുണ്ട്. ഏകദേശം 10-70 മേലെ സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു 10-15 ഉണ്ടാവും. അത് വിട്. അപ്പോൾ പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളുടെ എല്ലാ സെഗ്മെന്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെഗ്മെന്റ് വേണമെങ്കിലും ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എല്ലാ ഡീറ്റെയിലും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളും എല്ലാം ഉണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. എത്ര മുതലുള്ള ഇന്നത്തെ റേഞ്ച് ഉണ്ട് അറിയോ? ഏകദേശം എത്ര മുതൽ? 50-55 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 50-55 മുതലുണ്ട് അല്ലേ? ഓക്കെ, എല്ലാ സെഗ്മെന്റും ലഭിക്കുന്നുണ്ട്. ഇന്നോവയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം ഷെയർസും ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ, എന്താ പേരൊന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു വണ്ടിയാണിത്. പേര് ഞാൻ പറയാം. അടങ്ങിക്ക്. ആദ്യ വാഹനം KL8 രജിസ്ട്രേഷനുള്ള സാങ്യോങ്. ആദ്യം തന്നെ വായിക്കാൻ കിട്ടാത്ത വണ്ടിയാണ് കൊണ്ടുവന്ന് വെച്ചത്. വേറെ വണ്ടി തുടങ്ങിക്കോ. റെക്സ്റ്റോൺ ആണ് വാഹനത്തിന്റെ മോഡലിന്റെ പേര് അല്ലേ? ഓക്കെ, സാങ്യോങ് കമ്പനി. ഇത് പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2013 140 ഓടിയിട്ടുണ്ട്. കേരള വണ്ടി തന്നെയാ? കേരള വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 2013 മോഡൽ ഒറിജിനൽ കേരള സാങ്യോങ് റെക്സ്റ്റോൺ. ഇപ്പോൾ കമ്പനി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ മഹീന്ദ്രയിലാണ് സർവീസ് ഉള്ളത്. മഹീന്ദ്രയിലുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ മെയിൻ കമ്പനീന്റെ പറഞ്ഞാണ്, അത് കൊളാബായിട്ട് ഇറങ്ങിയതാണ്. അതെ, ഓക്കെ. എല്ലാം അറിയാം. എത്ര ഓട്ടം പോയി? 140. 1,40,000 പറഞ്ഞിരുന്നു അല്ലേ? ഡീസലല്ലേ? ഡീസൽ മാനുവൽ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എങ്ങനെ കിട്ടും? സൺറൂഫ് എല്ലാം ഏറ്റവും ഫുള്ളാണ്. ഞാൻ പറഞ്ഞു അതേ പറഞ്ഞു. മൈലേജ് ഫുൾ ടൈം അടിക്കാൻ തീരുള്ളൂ. മൈലേജ് ആരാ നോക്കുന്നല്ലേ? ഫങ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അടി പരിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എത്ര കൊടുക്കാം? 430. 4,30,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? അത്രയും തീർച്ചയായിട്ടും. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്കൊന്ന് ആലോചിക്കണോ? ആലോചിച്ചാൽ കിട്ടും. ചോദിച്ചു നോക്കണം, ഞാൻ ചോദിച്ചിട്ടില്ല. നോക്കാം. ഓക്കെ, നോക്കാം. 4,30,000 2013 7 സീറ്റർ വിത്ത് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക്. അതെ, ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, ലോണിൻ്റെ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു തരുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ ലോൺ പാർട്ടി ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ലോണിന് കൊടുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഫുള്ള് നിങ്ങൾ വന്ന് വെറുതെ കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ സ്കോർ മൈനസായി പോകണം. അത് ശരി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്ന് എന്തായാലും ഫുള്ള് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം ലോണിന് അപേക്ഷിക്കുക. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ബ്രസ്സയാണ് KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഒരു മഞ്ഞ ഗോൾഡൻ. എന്താ വിളിക്കുക? മഞ്ഞ റസ. നിങ്ങളെ കണ്ണിന് എന്താണോ തോന്നുന്നത് ആ കളറ് അത് വിളിക്കാം. ഓക്കെ, എങ്ങനെ ആയതല്ല, പല കളറായി തോന്നും. 2019 50,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്. 2019 മോഡലാണ്. ഓക്കെ, ZA ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ പ്ലസിന്റെ മുകളിൽ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. 50,000 ഓട്ടം പറഞ്ഞാൽ എന്താ പറയുക, ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് ഒരു നോർമൽ ഓട്ടം 19 മോഡലുണ്ട്. അപ്പോൾ ഒരു നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18 റേഞ്ചൊക്കെ മൈലേജും കിട്ടും അല്ലേ? കിട്ടണം. ഓക്കെ, എന്തൊക്കെ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും ഇത്? 9 ലക്ഷം. 9 ലക്ഷത്തിന് 2019 ZDI ബ്രസ്സ 50,000 കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓണർഷിപ്പ് എത്രയാണ്?
മൂന്നാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. ലോണും കാര്യമൊക്കെ കിട്ടും. ഒരു 8 ലക്ഷം കിട്ടും. കൊടുക്കാം, ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നോവ KL 10 റീ ആയതാണോ? ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കൊന്നും വേണ്ടല്ലേ. റീ ഒന്നുമല്ല, പക്ക കേരള വണ്ടി. 83,000 ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടെന്ന് വെച്ചാൽ ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ചില ആൾക്കാർക്ക് ഫുൾ ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചിലപ്പോൾ ഒരു 10,000 കൊണ്ട് 79 ഹിസ്റ്ററി ഉണ്ട്. ഉണ്ടല്ലോ. 83 ആയിട്ടുള്ളൂ. 83 ആ ഹിസ്റ്ററി പോരെ? ആ ഹിസ്റ്ററി പോയാലും നിങ്ങൾക്ക് ബയോളജിയോ ഫിസിക്സോ ഏത് വേണമെങ്കിൽ തരാം. മോഡൽ ഏതാ? 2015 മോഡൽ അല്ലേ? ഓക്കെ. ഏതാ ഓപ്ഷൻ? വി ആണ്. 2015 നല്ല അഡീഷണൽ അവർ സീറ്റ് തന്നെ മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്ട്രാ സീറ്റിൽ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. എന്താണ് ഹെഡ്ലൈറ്റ്? പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാണ്. എന്താ പറഞ്ഞേ? ഒന്ന് എഴുതിയേക്കണം. പ്രൊജക്റ്റഡ് ആയിക്കോട്ടെ. ഓക്കെ. അതൊക്കെ ചെയ്തിട്ടും 12-20 നമ്മൾ ചോദിക്കുന്നത്. 12,20,000 രൂപ. 2015 വി ഓപ്ഷൻ. ഇത്രയും അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ വാഹനം. കേരള വണ്ടിയാണ്. റീ വണ്ടി ഒന്നുമല്ല, കേരള വണ്ടിയാണ് ഒറിജിനൽ. ഓക്കെ. ലോൺ എത്ര കയറില്ലേ? 10 രൂപ കിട്ടല്ലേ? വേറെ ഒരു പണിയുള്ളല്ലോ? ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ഓക്കെ. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള ഓടിക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇയോൺ ആണ് അടുത്തത്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാ സലീം അതിന്റെ കാര്യം? കണ്ടിട്ട് ഇയോണാന്ന് തോന്നുന്നില്ലെങ്കിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞേ. നീറ്റ് കൂടുതലുണ്ടല്ലേ? 2016 ലാസ്റ്റ് ആണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഇറ പ്ലസ് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനാണ്. 83 ഓടിയിട്ടുണ്ട്. 83,000 2016 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ്? ഫോർത്ത് ഓണർഷിപ്പ്. ഓക്കെ. മേജർ ആയിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ആയിക്കോട്ടെ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് 230. ഓക്കെ. എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. പിന്നെ ഗോൾഡില് സ്വർണത്തിൽ പൊതിഞ്ഞ ഹുക്ക് ഉണ്ട്. 3.5 ലക്ഷം രൂപ കവർ ചെയ്യാൻ മാത്രം. ആയിക്കോട്ടെ. ഇതെത്ര കൊടുക്കാം? 230 ഒരു പ്രാവശ്യം പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു വില കൂടൊന്നുമില്ല. ഇല്ല. ആയിക്കോട്ടെ. കുറയോ? 2,30,000 രൂപയ്ക്ക് 2016 ഇറ പ്ലസ് ഇയോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോണ് 2 lakh കിട്ടും. 1.80 to 2 വരെ കിട്ടും. ഓക്കെ. അടുത്തൊരു ഓട്ടോമാറ്റിക് സെലറി ആണ്. KL 44 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാ ഡീറ്റെയിൽ? 2015 77 ഓടിയിട്ടുണ്ട്. 77,000 ഓടി. ഓട്ടോമാറ്റിക്. ഓക്കെ. VXI അല്ല, AMT ഗിയർ ബോക്സ് ആണ് വരിക. എന്താ പറയുക, മൈലേജ് നോർമലി ഒരു മാനുവൽ കിട്ടുമ്പോൾ തന്നെ ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും അല്ല? ഓക്കെ. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണല്ലോ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് 3.70. 3,70,000 രൂപ. 2015 VXI ഓട്ടോമാറ്റിക് പ്രൈസേ ഉള്ളൂ. ഓട്ടോമാറ്റിക് സെലറി ആണ്. ലോൺ ഒരു 3.5 കിട്ടും. 3 എന്തായാലും നോക്കാം. 3 വരെ കിട്ടും. ഒരു 70,000 കാണും ഏകദേശം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അൾട്ടോ K10 ആണ് അടുത്തത്. KL 56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല. ഇത് K10 പറയാൻ പറ്റില്ല, K20 എന്ന് പറയണം. അതെ, ഇത്രയും വൃത്തിയാണ്. അങ്ങനെ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2011 VXI 80ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. മാനുവൽ 1000 cc വണ്ടിയാണ്. ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? അതെ. റീപ്ലേസ്മെന്റിലും ഇല്ലല്ലോ? നിലവിലൊന്നുമില്ല. ഇനി എന്തൊക്കെ വരാണ്ടിരിക്കട്ടെ. എത്ര കൊടുക്കും ഇത്? 1.80. ഓക്കെ. 2011 VXI മാനുവൽ വാഹനം, 1,80,000 ചോദ്യം. വില കുറച്ച് കൊടുക്കാലോ? നിർബന്ധമാണ്. എന്ത് ചെയ്യാം? നിർബന്ധമാണ്, കുറച്ച് കൊടുക്കാലോ? ഓക്കെ. 1.80 സ്വന്തമാക്കാം. ലോണ് കയറൂലേ 11-ല്? 1 to 1.30 വരെ ചെയ്യാം. ചാൻസ് ഉണ്ട്. ഒരു 50,000 മുതൽ 80,000 വരെ വേണ്ട കയറി. ഓക്കെ. റിനോ ക്ലൈംബർ KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം, ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡൽ സിംഗിൾ RC ഓണർ, 73,000 കിലോമീറ്റർ. ഓക്കെ. 2.70. 2,70,000 1000 cc ആണ് വരിക. ഓട്ടോമാറ്റിക് അല്ല? മാനുവൽ. ഓക്കെ. മാനുവലാണ്. ഓക്കെ. മാനുവൽ വാഹനം, 1000 cc വരുന്ന 2017 ക്ലൈംബർ സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിൽ വേറെ ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. മൈലേജ് 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അതന്നെ, അതൊക്കെ ഉണ്ടാവും. ഓക്കെ. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. ലോൺ എത്രയായിരുന്നു? നമ്മൾ 2 എന്തായാലും കൊടുക്കാം. 2-ന് മാനേജ് 2.20-2.30 കയറാറുണ്ട്. 2 ഗ്യാരണ്ടി പറയാം. ഓക്കെ.
അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇയോണാണ് KL 55 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2014 സിംഗിൾ ഓണർ ഇറാ പ്ലസ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ? സെൻട്രൽ ലോക്ക് ഉണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ല? സീറ്റ് കവേഴ്സ് നല്ല പുതിയ സീറ്റ് കവേഴ്സ് ഉണ്ട്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 130. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, അടിപൊളി. എത്ര കൊടുക്കുക ഇത്? ഇത് 1,60,000. 1,60,000. 14 ഇറാ പ്ലസ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ. ഇത് നല്ല പിന്നെ പ്രൊഫൈലാണെങ്കിൽ 1,50,000 ലോൺ കൊടുക്കാം, അത്രയും കിട്ടും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. അങ്ങനത്തെ വണ്ടികളുണ്ട്. നമ്മൾ നേരത്തെ ഒരു 55-ന്റെ വണ്ടിയൊക്കെ പറഞ്ഞു തന്നു തുടക്കത്തിൽ. ആക്കണ്ടല്ലോ അല്ലേ? കാണിക്കാമല്ലോ അല്ലേ? വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ വെക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ചോദിച്ചത്. കാറ്റലോഗ് വായിച്ചത് അതിലുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കയറിക്കോളന്നില്ല. വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ റിട്ടേൺ ലിങ്ക് വരും, അല്ലെങ്കിൽ കയറി നമ്മളത്തെ എല്ലാ സ്റ്റോക്ക്. അല്ല, 55-ന്റെ കാണിക്കാം. ഒന്ന് കാണിക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നാനോ അടുത്തത് KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ, കോഴിക്കോട് ഇല്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. അല്ല, വർക്കിംഗ് അല്ലേ? ഓക്കെ. സെറ്റ് വരെ ഉണ്ട്, പാട്ട് വരെ പാടും. നിങ്ങളെ മാതിരി തന്നെ വട്ടാണ്. എങ്ങനെയാ ബാക്കി? എക്സ്ട്രാ ആയിട്ട് മോഡിഫിക്കേഷൻ ഇതിന് ക്ലാസ് ഉണ്ടല്ലേ? ക്രാക്ക് ഉണ്ടല്ലേ? നല്ല ഡിസൈൻ ഇഷ്ടപ്പെടാത്തവർക്കാണ് ഈ ക്ലാസ് നമുക്ക് മാറ്റി കൊടുക്കാം. ഡിസൈൻ ഇഷ്ടപ്പെട്ട് വേറെ ഡിസൈൻ 15,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അത് മീറ്ററിൽ സത്യമാണോ? ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പറയാൻ പറ്റൂല. പിന്നെ പരിപാടി കായി നിൽക്കലില്ലല്ലോ. ഓക്കെ, അപ്പോൾ 17,000 മീറ്റർ കാണിക്കുന്നത് ഉറപ്പിച്ച് പറയുന്നില്ല. 2014 നാനോ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എത്ര കൊടുക്കാൻ പറ്റും ഇത്? 95,000 രൂപ. ഓക്കെ, ചോദ്യം പുതിയ കണ്ണട ഗ്ലാസ് വെച്ച് കൊടുക്കാം, വേണമെങ്കിൽ മാറ്റി കൊടുക്കാം അല്ലെ? അതിന്റെ പൈസ കുറച്ച് കൊടുക്കാം. ഓക്കെ, എന്തായാലും ആളുകൾ ഇങ്ങനത്തെ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? വേറെ ഡിസൈൻ സീറ്റ് മേലെ വേണമെങ്കിൽ ബ്ലേഡ് എടുത്ത് കയറി കൊടുക്കാം. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു 14 വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. 95,000. വില എന്തായാലും സലീം അങ്ങനത്തെ കഠിന ഹൃദയമൊന്നുമില്ല, കുറച്ച് നല്ല രീതി കുറച്ച് ലോല ഹൃദയനാണ്. ലോല ഹൃദയനാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരു സാൻഡ്രോൺ അടുത്തത് KL 42 രജിസ്ട്രേഷൻ വാഹനമാണ്. നമ്പറോട് പറയാം, 123 0123. അതാണ് വിലയില്ല, നിങ്ങളും സെയിം ആണ്. ഇതില് അലവില് കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സോ പറഞ്ഞ വേരിയന്റ് ആണ് 2007 ഏറ്റവും ഫുള്ള് ബാക്ക് വൈപ്പർ വരെ വരണേ കേട്ടോ. എല്ലാം വർക്കിംഗ്? എല്ലാം വർക്കിംഗ്. റിവേഴ്സ് ഗിയർ അടക്കം വർക്കിംഗ്. ആയിക്കോട്ടെ. എങ്ങനെ ഡീറ്റെയിൽ ബാക്കി? ഡീറ്റെയിൽ എന്താ? 2027 വരെ പേപ്പർ ഉണ്ട്. വെറും 95,000 റുപ്യ. 95,000 രൂപയ്ക്ക് 2027 വരെ പേപ്പറുള്ള ഇതിന്റെ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ വരുന്ന വേരിയന്റ് 2050 രൂപ വേറെ വണ്ടികളുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇപ്പൊ ഒന്നും ചെയ്യാനല്ലോ അല്ലേ? എല്ലാം പ്രോപ്പർ വർക്കിങ്ങും കാര്യങ്ങളും കൂടുതലാണ്. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. 95,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. 2027 വരെ പേപ്പറുണ്ട്. ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഷെവർലെ ബീറ്റ് KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. പെട്രോൾ ഡീസൽ? ഇത് പെട്രോൾ. ബാക്കിയുള്ളതൊക്കെ 2-3 വേറെ ഡീസൽ ഉണ്ട് അല്ലേ? ബീറ്റ് തന്നെ. ഓക്കെ, പെട്രോൾ എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് പോയി 2014 സിംഗിൾ ഓണർ. 14 സിംഗിൾ ഓണർ, 40,000 രൂപ. 1,40,000. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഓടിയാലും കിലോമീറ്റർ കൂടൂല. എന്താ? ഡിസ്പ്ലേ കംപ്ലൈന്റാ. അങ്ങനെ. ഓക്കെ, എത്ര ഓടിക്കാം, കിലോമീറ്റർ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല അല്ലേ? ഓക്കെ, 2014 ഓടിയിട്ടുള്ള പാർട്ടി പറഞ്ഞത് പെട്ടെന്ന് എത്ര? 80 അടുത്താ. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്ന? ഫുള്ളാ LS ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, 1,40 പെട്രോൾ ബീറ്റ്. ഡീസലൊക്കെ ആണെങ്കിൽ 1,20, 1,10 റേഞ്ചിലുള്ളൂ. പെട്രോളാണ് കുറച്ച് മാർക്കറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ലോണും കാര്യമൊന്നും കിട്ടില്ല. ഷവർലേക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് എല്ലായിടത്തും. ഓക്കെ, 3 ബൊലേറോ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ഒന്നിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ എടുത്ത് പറയാം. KL 65 രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനം അല്ലേ? 2020-21 രജിസ്ട്രേഷനുള്ള സിംഗിൾ RC ഓണർ, 77,000 കിലോമീറ്റർ ഓടിയത്. 77,000 കിലോമീറ്റർ. SLE ആണ് കേട്ടോ. 20-21 രജിസ്ട്രേഷൻ SLE അല്ലേ? ഓക്കെ, ബേസ് ഓപ്ഷൻ വാഹനമാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കൊടുക്കുക ഇത്? ഇത് 6,90,000. 6,90,000 രൂപയ്ക്ക് 20 മോഡൽ 21 രജിസ്ട്രേഷൻ SLE ബൊലേറോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 7 സീറ്റർ വാഹനം. ഇതും 6.5 to 7 വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. എന്തായാലും ഫുൾ ലോൺ കയറുന്ന ഒരു SUV ആണ്. ഓക്കെ, ബാക്കി രണ്ടിന് ഏകദേശം എത്ര ഉണ്ട്? ഇത് 2009 ബേസ് മോഡലാണ്. പവർ സ്റ്റാറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര കൊടുക്കാതെ? അത് 2.60. അപ്പോൾ ഒരാഴ്ച മുമ്പ് പുതിയ ടെസ്റ്റ് കഴിഞ്ഞു. 29 വരെ പേപ്പർ ഉണ്ട്. അത് 2011 SLX. അത് 3.10. ഓക്കെ, അതിൻ്റെ വിലകൾ എങ്ങനെയാണ്? അടുത്ത വോക്സ് വാഗൺ വെൻഡോ KL 55 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ?
2011 ഐലൈൻ സിംഗിൾ ഓണർ. ഡീസലാ? യെസ്. ഓക്കെ. ഡീസൽ മാനുവല്ല. 11 ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനം. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ വരുവാ. ഓക്കെ. നല്ല മൈലേജ് ഉള്ളൊരു സെഡാൻ. മൈലേജ് പെർഫോമൻസും അത്യാവശ്യം സേഫ്റ്റിയും ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം മെക്കാനിക്കലി പക്കയാണ് അല്ലേ? ഓക്കെ. എല്ലാം പക്ക. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? 2.5 കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് 2011 ഹൈലൈൻ ഡീസൽ വെൻഡോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ എത്ര മീറ്ററിൽ എത്ര ഓട്ടം? 1.20. 1,20,000. ഓക്കെ. 2.5 നമുക്ക് ലോൺ കിട്ടുമോ? 11 മോഡൽ 2 വരെ കിട്ടും. 1.5 മുതൽ 2. 1.5 മുതൽ 2 ലക്ഷം വരെ ലോൺ കിട്ടിയാൽ ഒരു 50,000 മുതൽ 1 ലക്ഷം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഒരു സെഡാൻ ഡീസൽ വാഹനം. അടുത്ത വണ്ടിയിലേക്കോ. നിസാൻ മൈക്രയാണ്. KL38 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് സലീം ഡീറ്റെയിൽ? 2013 മോഡൽ സിംഗിൾ ഓണർ XV ബട്ടർ സ്റ്റാർട്ട് വരുന്ന ഡീസൽ വണ്ടി. ഡീസൽ വണ്ടിയാണ് അല്ലേ? മാനുവൽ 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. നല്ല പവറും ഉണ്ടാവും വണ്ടിക്ക്. നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരിക്കും. മൈലേജ് 20-ന് മേലെ കിട്ടുന്നുണ്ട്. അതെ, നല്ല മൈലേജ് ആണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ടയേഴ്സ് ഏവറേജ് ഉള്ളൂ. എല്ലാം വരുന്നുണ്ട്. അലോയ്സും പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. എത്ര? 2.60. 2,60,000 രൂപയ്ക്ക് നമുക്കൊരു റൗണ്ട് ആക്കുന്നു. 2 പിടിക്കുന്നു. 3 റൗണ്ട് ആക്കിയാലും വേണ്ട. 2,60,000 രൂപയ്ക്ക് 2013 XV പ്രീമിയം ഡീസൽ മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ലോണ് 2 രൂപ കൊടുക്കാം. 2 രൂപ കിട്ടും. ഓക്കെ. മാക്സിമം ചെറിയ ഡൗൺ പേയ്മെൻറ്റ് 60,000 കണ്ട ഒരു ഡീസൽ മൈക്ര നല്ല മൈലേജും പെർഫോമൻസ് ഉള്ളൊരു വണ്ടി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫിയറ്റിൻ്റെ ലിനിയാണ്. KL70 രജിസ്ട്രേഷൻ. നല്ലൊരു അടിപൊളി സെഡാൻ വാഹനം. വലിയൊരു സെഡാൻ വാഹനം അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? കുറച്ച് കൊടുക്കണോ? വേണ്ട, മുറിച്ച് കൊടുക്കാം. 2016 മോഡൽ, 3ാമത്തെ ഓണർഷിപ്പ്, 1,44,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഇമോഷനാണ്. ഇമോഷൻ പാക്കല്ല അല്ലേ? ഓക്കെ. ഇമോഷനാണ്. ഡീസൽ വണ്ടിയാണ്. ഒരു 15-17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും അല്ലേ? ആവറേജ്. ഓക്കെ. അത്രയേ ഉള്ളൂ. മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം പ്രോപ്പർ വർക്കിംഗ് അല്ലേ? കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 2.5 കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് ഒരു ഫിയറ്റ് ലീനിയ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ വാഹനമാണ്. മാനുവൽ. വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഒന്നുമില്ല. ലോണ് കിട്ടാൻ ചാൻസ് കുറവാണ് ഫിയറ്റ് ആയതുകൊണ്ട്. എന്നാലും കുറച്ച് കൊടുക്കാം. 1.5 കിട്ടും. ആയിക്കോട്ടെ. വലിയ ബന്ധങ്ങളുള്ള മനുഷ്യനാണ്. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. KL58 രജിസ്ട്രേഷനുള്ള തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. SX4 ആണ് മാരുതി സുസുക്കി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2012 ഡീസൽ. 12 മോഡൽ ഡീസൽ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 76,000 കിലോമീറ്റർ. ഇതേത് ഓപ്ഷൻ ഏതാ? VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനം. 76,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നീറ്റാണ് വണ്ടി. നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ ആവറേജ് ആണ്. ഫ്രണ്ടിൽ നല്ല ടയേഴ്സ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഓക്കെ. 2,60,000. 2,60,000. 2012 വണ്ടി. ഓക്കെ. ഡീസലാണ്. നിലവിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടോ? ഒന്നും കണ്ടിട്ടില്ല കാര്യമായിട്ട്. മെക്കാനിക്കലി ഒന്നും ഓക്കെ അല്ലേ? അത്യാവശ്യം ഒരു 16 മൈലേജ് കിട്ടും ഇതിന്. സെയിം സ്വിഫ്റ്റ് ഡിസയർ അതിൻ്റെയൊക്കെ മൈലേജ് കിട്ടും. സെയിം എഞ്ചിൻ സെയിം ലെവലിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഓക്കെ. നല്ലൊരു സഡാൻ വണ്ടി വേണമെങ്കിൽ എടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ലോണ് കിട്ടുമോ? SX4 ലോണ് 1.5 കൊടുക്കാം. കിട്ടും. ബാങ്കിന് കിട്ടുമോ? ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു ഡീസൽ സെഡാൻ വാഹനവും നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി സലീം കെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സലീം കെൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിൽ കയറി നിങ്ങളൊരു ഹായ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ബാക്കിയുള്ള വണ്ടികളുടെ ഫുൾ ഡീറ്റെയിലും അതിൽ കിട്ടും. ഇതൊക്കെ പറയണ്ടേ? പറഞ്ഞോളേ. അതാണ്. നിങ്ങൾക്ക് പോകാൻ നേരം വെക്കുന്നുണ്ട്. കുറേ കഥ തുടങ്ങാനുള്ള. ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് തന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. സലീം ക നന്ദി. നമസ്കാരം.